ഇതിനെ എത്ര കഷ്ടപ്പെട്ട് ഊരാൻ നോക്കുന്നത്? ഈ വള നിന്റെ കയ്യിൽ കിടക്കുന്നതല്ല മോളെ. ഇമാതിരി ആന്റിക് പീസിനെല്ലാം ഭയങ്കര ഡിമാൻഡാണ്. നിങ്ങൾ ആ പോലീസ് പറയുന്ന കേട്ടാണോ ഇങ്ങനെ കിടന്ന് പഠിക്കുന്നത്? അയാൾ പറഞ്ഞ മുഴുവൻ നുണയാ. പോലീസുകാർ പറഞ്ഞത് മാത്രമാണോ നുണ? നിങ്ങളൊന്ന് മാറിയേ. മതി, ഞാൻ ചത്തിട്ടോറിയാ മതി ഇത്. മോളെ വേദനയില്ലാതെ വേറെ വഴിയുണ്ട്. ഹലോ ആ പപ്പ പറയടാ. അണ്ണാ, ആ നിങ്ങൾ ഇത് എവിടെ ഇരിക്കണ്? അയച്ചെന്ന് സാധനം ഇല്ല, അത് ഒറിജിനൽ ആവാൻ ഒരു ചാൻസ് ഉണ്ടേ. നിങ്ങൾക്ക് വാട്സപ്പിൽ ഞാനൊരു ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. സമയം കളയാതെ വേഗം സാധനം ഊരിക്കൊണ്ട് അങ്ങോട്ട് വന്നോ. എടാ അതിന് ഈ പണ്ടാര ഊരാൻ പറ്റണ്ടേ? എന്തോന്ന് ഒരു വള ഊരാൻ പറ്റത്തില്ലെന്നോ? അണ്ണ എന്തു വേണ്ട ഈ പറയുന്നത്? അടിച്ചു കഴിഞ്ഞാൽ കയ്യിരുന്ന് കറങ്ങുന്ന കോടികളാ കോടികള്. സമയം കളയാതെ വേഗം ഊരിക്കൊണ്ട് വാ അണ്ണാ. ശരി. ഒന്ന് വേഗം വാ. എന്തോ കുറിച്ചാണോ ഇത്? ഭാര്യയൊക്കെ ആയിട്ട് വളമായിട്ട് വരാന്ന് പറഞ്ഞിട്ട് പൊരുളെവിടെ പൊരുൾ? Yes, without any doubt, pure with 603 in blue emerald. ഇനിയിപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? വേലയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ.
50 lakhs advance. യോസിച്ച് മുടി എടുത്താൽ പോതും. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. 5 കോടി. ലൈക്ക് ഇറ്റ്. എന്താ 5 കോടി? இதுக்கு மட்டும்தானா இல்ல 3 ദിവസത്തിൽ സാധനം തരും. இது இப்படியே எனக்கு கிடைக்கணும். சிந்தாம செதறாம. புரியுதா? പറഞ്ഞ ടീം എത്തിയിട്ടുണ്ട് കേട്ടോ. ഫോൺ കൊടുത്ത്. ടാറ്റ. ആടാ, ആ ഇനി എപ്പോഴും അവളുടെ മുകളിലൊരു കണ്ണുണ്ടാവണം. ഉം. അവൾ എങ്ങോട്ടാ പോണേ, ആരെയാ കാണുന്നത്, എന്താ ചെയ്യുന്നത് എന്നെ അപ്പപ്പ അറിയിക്കണം. മനസ്സിലായോ? ഓക്കെ അണ്ണാ. تقدير الذي إنجازات العظيمة ليعلم شهير عباس بن فرناس أول رائد فضائل من التعريف البشرية منها السلطان موفق بالله جائزة المحبة. എന്നുവച്ചാൽ ലോകത്താദ്യമായി ആകാശത്തിലൂടെ പറന്നു നടന്നതിന് അബ്ബാസ് ബിൻ ഫിർനാസ് എന്ന ഗവേഷകന് അന്നത്തെ സുൽത്താൻ നൽകിയ സ്നേഹ സമ്മാനം. ഇതാണ് ഇതിന്റെ സാരം. അബ്ബാസ് എന്ന് പറഞ്ഞാൽ അബു അൽ ഖാസിമി അബ്ബാസ് ബിനു ഫിർനാസ് ബിനു വിർദാസ് അൽ തക്രൂനി. മക്രൂണി? മക്രൂനി അല്ല മോനെ, അൽ തക്രൂനി. എന്ത്? അൽ തക്രൂനി. അൽ തക്രൂനി 9-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ജീവിച്ചിരുന്ന ഒരു ഗവേഷകൻ. എ ജീനിയസ്. അപ്പൊ ഈ വളക്കൊരു 1000 വർഷത്തെ പഴക്കമുണ്ടാവും. ആയിരിക്കാം. അതിന്റെ പഴക്കവും അതിലെഴുതി വെച്ചിരിക്കുന്നു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന അങ്ങനെയാ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിന് മോഹവിലയാ. ഉടമസ്ഥൻ പറയുന്ന പൈസ. ചരിത്രമല്ലേ? അല്ല, ഈ വള എങ്ങനെ നിങ്ങളുടെ കെട്ടിയോളുടെ അടുത്തെത്തി? പാരമ്പര്യം. ഇവളുടെ അമ്മൂമ്മയുടെ അമ്മ, അമ്മൂമ്മ, പിന്നെ ഇവൾ, പിന്നെ ഞങ്ങളുടെ വരാൻ പോകുന്ന മോള്. ലേഡി. അമ്മമ്മ, വള, അറബി, ലാ ലാ ലഫീഷി ഖലത്ത് മാ തർക്കം. അങ്ങോട്ട് മാച്ചാണില്ലല്ലോ ബ്രദറെ. അതൊക്കെ ഓല് മാച്ച് ആയിക്കോളൂ ഉസ്താദെ. നിങ്ങൾ ഇനി ഓരോന്ന് പറഞ്ഞാൽ മാച്ച് ഇല്ലാണ്ടാക്കണ്ട. നിങ്ങളിത് പിടിക്ക്. നിങ്ങൾ പോയിട്ട് തിരക്കില്ലല്ലേ? എന്നാലും മുസ്തഫ അത് ഓരോ എന്നാലും ഇല്ല ഉസ്താദ്. നടക്കി നിങ്ങൾ. ഉസ്താദ്, ഉസ്താദെ, അത് ഊരാൻ വല്ല വഴിയുണ്ടോ? അന മഫൂം. ആ ഡിസൈനകത്ത് ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഒളിപ്പിക്കാമെങ്കിൽ അക്കീദ് ഫിയാഷിയ അൽ ഷനഫ് ഫിയ.
അല്ല നിങ്ങൾ ഇവിടെ നിൽക്കുക, അങ്ങോട്ട് വരി. ഫോട്ടോ എടുത്ത് കഴിഞ്ഞോ? നോക്കട്ടെ. നോക്ക്. ഇത് വല്ലാത്തൊരു മുതലാണല്ലോ. ഞാൻ പറഞ്ഞേ. ഫോട്ടോ ഒക്കെ നല്ല രസത്തിലെടുത്തിട്ടുണ്ടല്ലോ. മറ്റൊരാളുടെ മുതൽ അയാളുടെ അനുവാദമില്ലാതെ എടുക്കുന്നത് തെറ്റല്ലേ? സെക്ഷൻ 378 മോഷണം. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഉസ്താദ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും സാറിനൊന്നും മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു റെയർ ഐറ്റത്തിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണോ? നല്ലപോലെ നടക്കണ ഞാൻ ആയിക്കോട്ടെ മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്ക. ആ പോലീസ് നായ ഒരിക്കലും പൊട്ടിക്കാൻ അനുവാദമില്ലാത്ത ആ സാമാനം കാണിച്ച് നീ എന്നെ വരട്ടാൻ നോക്കണ്ട. ഇറങ്ങിപ്പോടാ. നീ ആരാന്നാണ് നിന്റെ വിചാരം? ഇതുവരെ എനിക്ക് അതുപോലത്തെ ഒരു വള ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി അതുപോലത്തെ അല്ല, ആ വള എന്നെ ഞാൻ കൊണ്ടുപോകും. എന്നാ നീ കാണിക്ക. പോയ കാര്യം എന്തായി? കിട്ടോ? നീ അതുപോലത്തെ ഒരു വളയല്ലേ ആഗ്രഹിച്ചത്? അതുപോലത്തെ അല്ല, ആ വള തന്നെ നിനക്ക് തരും. ആ എന്താ അളത് വെക്കാന്ന് പറഞ്ഞോ? അതിനിതാ വളയതായിട്ട് വേണ്ടേ? പിന്നെ എടാ ഞങ്ങളെ ഒരു അന്വേഷണം നടത്തി. മുസ്തഫ നോക്കുമ്പോ സരളാപ്പി നായരുടെ കയ്യിലെ വളയിൽ അറബി. അറബിയോ? ആ കള്ളി, എന്തൊരു അഹങ്കാരായിരുന്നു. ബാനു, എനിക്ക് ആ വള വേണ്ട. പിന്നെ എനിക്ക് അതുപോലത്തെ വള മതി, അതേ ഡിസൈനുള്ളത്. അതിപ്പം അറബിക്കുള്ളതാണെങ്കിൽ അതും. തരും. അതുപോലത്തെ അല്ല, അതന്നെ തരും. മേഡം കയ്യനക്കല്ലേ? കയ്യനക്കല്ലേ? അവനക്കതവിടെ പിടിക്കുന്നുണ്ട്. സാറിന് ഇത് എവിടുന്ന് കിട്ടിയത്? കുഴിച്ചെടുത്തത്. ഇത് ഊരാൻ പറ്റൂലെന്ന് പറയടോ. സോറി സാർ, ഇത് വരാൻ പറ്റില്ല, ഒട്ടിച്ചെടുക്കാനേ പറ്റുള്ളൂ. പിന്നെ താനെതിനായി ഭൂതകണ്ണാടി വെച്ച് നോക്കി. സോറി സാർ. വാ വാ, അറിയാവുന്നല്ല പണിക്ക് പോയി വിടണം. സാറേ തല പുറത്തെടുക്കുന്ന നിയമം അല്ലേ സാറേ? അത് നിങ്ങളുടെ അകത്തോട്ട് എന്നിട്ടല്ലേ
സർലയുടെ അമ്മമ്മയ്ക്ക് അവളെ ഭയങ്കര ഇഷ്ടായിരുന്നേ. അമ്മ ആർക്കും കൊടുക്കാതെ എടുത്തു വെച്ചിരുന്ന മുതലാ അത്. പിന്നെ എന്തോ ദൈവവിളി ഉണ്ടായി കാണും. മരണക്കിടക്കയിൽ വെച്ചാണേ അവൾക്കത് ഊരിക്കൊടുക്കണത്. അപ്പൊ ആ വള എങ്ങനെ ഊരാന്ന് അമ്മ പറഞ്ഞു തന്നില്ല? അത് പറയാൻ തുടങ്ങുമ്പോഴേക്കല്ലേ ചങ്കിലേക്ക് പിടിപെണത്. ആര് പിടിച്ച്? യമദേവനും കൂട്ടരും. അല്ലാണ്ടാരാ? ആ രഹസ്യം അവളോടൊപ്പം തന്നെ അങ്ങ് ഇല്ലാണ്ടായി. എല്ലാം ഈശ്വര നിശ്ചയം. നിങ്ങള് പോലീസിൽ ഏത് വകുപ്പാന്നാ പറഞ്ഞേ? വകുപ്പ് ഏതായാലും ശരി, ചോദ്യോത്തരമൊക്കെ കഴിഞ്ഞെങ്കിൽ രണ്ടാളും ഇറങ്ങുക. കോടതിയും പോലീസും ഒക്കെ ഞാനും കുറെ കണ്ടതാ. അപ്പൊ ആ വള അമ്മാമ തന്നാന്ന് ഉറപ്പാണല്ലോ. ഇനി അത് മാറ്റി പറയില്ലല്ലോ. ഞങ്ങൾ ഇനിയും വരും. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇതുപോലെ തന്നെ പറഞ്ഞേക്കണം കേട്ടോ.